അറിയാത്തതുപോലെ രവീന്ദ്രൻ തന്റെ മാറിടത്തിൽ സ്പർശിച്ചപ്പോൾ ഗീത ആകെ തകർന്നുപോയി. തന്റെ തോളിൽ വീണ ആ കൈകൾ ഒരു അശ്ലീല സ്പർശനമായി മാറിയപ്പോൾ ഗീതയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഭയവും അറപ്പും കൊണ്ടവൾ വിറച്ചു. വീടിന്റെ ഉമ്മറത്ത് ആരുമില്ലാത്ത നേരം നോക്കിയാണ് രവീന്ദ്രൻ ഇത്തരം ഒരു നീചമായ പ്രവൃത്തിക്ക് മുതിർന്നത്. തന്റെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവ്. അയാളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗീത വേഗത്തിൽ മാറി നിന്നു. ശ്വാസം കിട്ടാതെ അവൾ കിതച്ചു. പക്ഷേ രവീന്ദ്രന്റെ മുഖത്ത് ഒരു കുലുക്കവുമില്ലായിരുന്നു. പകരം ആ ചുണ്ടുകളിൽ ഒരു വന്യമായ ചിരി വിരിഞ്ഞു. എന്താ ഗീതേ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ? നമുക്കിടയിൽ എന്തിനാ ഇത്ര അകൽച്ച? രവീന്ദ്രന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാമം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഗീതയും റീതയും ഒരു തറവാട്ടിലെ 2 പൂക്കളെപ്പോലെയായിരുന്നു. എന്നാൽ വിധി ഗീതയോടൽപ്പം കടുത്തു തന്നെ പെരുമാറി. 19-ാം വയസ്സിൽ വിവാഹിതയായ അവൾക്ക് 6-ാം മാസം തന്നെ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. മഞ്ഞുപൂടിയ ഒരു പ്രഭാതത്തിൽ ഉണ്ടായ ബൈക്ക് അപകടം ഗീതയുടെ ജീവിതത്തിലെ നിറങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞു. അനിയത്തിയായ റീത്തയേക്കാൾ 10 മടങ്ങ് സൗന്ദര്യമുള്ളവളായിരുന്നു ഗീത. നാടൻ ശാലീനതയും ബുദ്ധിയും ഒത്തിണങ്ങിയവൾ. വിധവയായ ശേഷം കുറേനാൾ മനോഹരമായ ആ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു. അതിൽ നിന്ന് അവൾ രക്ഷപ്പെടാനായി വായനയിലും ജോലിയിലുമുള്ള ചിന്തകളിലും ഒതുങ്ങിക്കൂടി. കഠിനാധ്വാനം കൊണ്ട് അവൾക്കൊരു ദേശസാൽകൃത ബാങ്കിൽ ജോലി ലഭിച്ചു. സാമ്പത്തികമായി അവൾ സ്വതന്ത്രയായി. പക്ഷേ മാനസികമായി അവൾ ഒറ്റയ്ക്കായിരുന്നു. അനിയത്തി റീത്തയ്ക്ക് ഗീതയെപ്പോലെ അത്ര സൗന്ദര്യമില്ലെങ്കിലും അവൾ പാവമായിരുന്നു. റീത്തയെ വിവാഹം കഴിക്കാൻ രവീന്ദ്രൻ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. രവീന്ദ്രൻ കാണാൻ കൊള്ളാവുന്നവനാണ്. വലിയ തറവാട്ടിലെ മകനാണ്. പക്ഷേ വിവാഹാലോചനയുമായി വന്ന അന്ന് ഗീതയെ കണ്ടപ്പോൾ തന്നെ രവീന്ദ്രന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയിരുന്നു. തന്റെ മനസ്സിലൊളിപ്പിച്ച ദുഷ്ടലാക്കോടെ അയാൾ റീത്തയെ താലികെട്ടി. ഗീതയുടെ സമ്പത്തും അവളുടെ രൂപവും സ്വന്തമാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ വളരെ മാന്യമായി തന്നെ രവീന്ദ്രൻ പെരുമാറി. എല്ലാവരും അയാളെ വിശ്വസിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രവീന്ദ്രൻ തന്റെ സ്വഭാവം മാറ്റി തുടങ്ങി. ഗീത വീട്ടിലുണ്ടെങ്കിൽ അയാൾ എപ്പോഴും അവളെ ചുറ്റിപ്പറ്റി നടക്കും. റീത്തയ്ക്കിതൊന്നും മനസ്സിലായില്ല. തന്റെ ഭർത്താവ് ചേച്ചിയോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് അവളൊരു ഭാഗ്യമായി കരുതി. ഒരു ദിവസം ഗീത തന്റെ മുറിയിൽ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ അവിടേക്ക് കയറി വന്നു. വാതിൽ ചാരിയ ശേഷം അയാൾ ഗീതയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഗീതേ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്കിത്രയും പണവും സൗന്ദര്യമില്ലേ? ഈ നല്ല പ്രായത്തിൽ ഇതൊക്കെ വെറുതെ കളയണോ? നീ എൻ്റെ ഇഷ്ടത്തിനൊത്ത് നിന്നാ നമുക്ക് സന്തോഷമായി കഴിയാം. റീത്ത ഒരു പൊട്ടിയാണ്. അവൾക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് സുഖിച്ച് ജീവിക്കാൻ. രവി അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് ഗീത ഞെട്ടിപ്പോയി. രവി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? റീത്ത നിങ്ങളുടെ ഭാര്യയാണ്. ഞാൻ അവളുടെ ചേച്ചിയും. അല്പമെങ്കിലും മര്യാദ കാണിക്കൂ, ഗീത ദേഷ്യത്തോടെ പറഞ്ഞു. രവീന്ദ്രന്റെ ഭാവം പെട്ടെന്ന് മാറി. മര്യാദയോ? അത് നീ എന്നെ പഠിപ്പിക്കണ്ട. നോക്ക് ഗീതേ, നീ എൻ്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ റീത്തയെ ഉപേക്ഷിക്കും. അവൾക്ക് നിന്നെപ്പോലെ ജോലിയില്ല, ഒന്നിനും കഴിവില്ല. അത് മാത്രമല്ല, ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. ഞാൻ ഉപേക്ഷിച്ചാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കേയില്ല. ഇതിനൊക്കെ എനിക്കൊരു നിമിഷം മതി. തന്നെയല്ല, നീയാണെന്നെ വശീകരിക്കുന്നത് എന്ന് ഞാൻ നാട്ടുകാരോടും അവളോടും പറയും. നിന്റെ ഈ നല്ല പിള്ള ചമയിൽ അതോടെ തീരും. രവീന്ദ്രൻ ഗീതയെ ഭീഷണിപ്പെടുത്തി. അത് കേട്ട് ഗീത തകർന്നുപോയി. അവൾക്ക് റീത്തയെ ജീവനായിരുന്നു. തന്റെ അനിയത്തിയുടെ ജീവിതം തകരാൻ അവൾ ആഗ്രഹിച്ചില്ല. രവീന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ അവൾ നിശബ്ദയായി. ബാങ്കിലെ ശമ്പളം പലപ്പോഴായി അയാൾ ചോദിച്ചു വാങ്ങി തുടങ്ങി. ഇല്ലെന്ന് പറഞ്ഞാൽ അയാൾ റീത്തയെ ഉപദ്രവിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഗീതയുടെ സന്തോഷം കെട്ടുപോയി. ഓഫീസിലും വീട്ടിലും അവൾ ഒരു യന്ത്രത്തെപ്പോലെ നടന്നു. ഈ സമയത്താണ് ബാങ്കിൽ പുതിയ മാനേജരായി അർജുൻ എത്തുന്നത്. ശാന്ത സ്വഭാവക്കാരനും കാര്യപ്രാപ്തിയും ഉള്ളവനായിരുന്നു അർജുൻ. ഗീതയുടെ ജോലിയിലെ ശ്രദ്ധക്കുറവും അവളുടെ വിളറിയ മുഖവും അർജുൻ ശ്രദ്ധിച്ചു. ഗീതയെപ്പോലെ സമർത്ഥയായ ഒരു ഉദ്യോഗസ്ഥ എന്തുകൊണ്ടാണ് ഇത്രയും അസ്വസ്ഥയായിരിക്കുന്നത് എന്ന് അയാൾ ചിന്തിച്ചു. 1-2 വട്ടം ബാങ്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അർജുൻ അവളുടെ വിശേഷങ്ങൾ ചോദിച്ചു. ഗീത ആദ്യമൊന്നും വിട്ടുപറഞ്ഞില്ല. എന്നാൽ അർജുന്റെ സൗമ്യമായ പെരുമാറ്റം അവളിലൊരു വിശ്വാസം ജനിപ്പിച്ചു. ഒരു വൈകുന്നേരം ജോലി സമയം കഴിഞ്ഞിട്ടും ഗീത വീട്ടിലേക്ക് പോകാത്തത് അർജുൻ ശ്രദ്ധിച്ചു. അവിടെ സെക്യൂരിറ്റി അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. എന്താടോ, ജോലി ചെയ്ത് മതിയായില്ലേ ഇന്ന്? വീട്ടിലേക്ക് പോകുന്നില്ലേ? അർജുൻ വളരെ അലിവോടെ അവളോട് ചോദിക്കുന്നത് കേട്ട് ഗീത പൊട്ടിക്കരഞ്ഞുപോയി. അർജുൻ അത് കണ്ട് വല്ലാതെയായി. അയാൾ വേഗം അവളുടെ അരികിലെത്തി. ഗീത, എന്താണ് പ്രശ്നം? ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിന്റെ സങ്കടം കുറയും. എന്നെ ഒരു സുഹൃത്തായി കണ്ടു പറയൂ. ഗീതയെല്ലാം തുറന്നു പറഞ്ഞു. രവീന്ദ്രന്റെ ശല്യം, അയാളുടെ ഭീഷണി, റീത്തയുടെ ജീവിതം തകരുമെന്ന പേടി. ഇന്ന് റീത്ത ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. വീട്ടിൽ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾ പോകാത്തത് എന്നും അവൾ പറഞ്ഞു. എല്ലാം കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ അർജുന്റെ മുഖം ഗൗരവപൂർണമായി. ഗീത, പേടിച്ചിട്ട് കാര്യമില്ല. രവീന്ദ്രനെ പോലെയുള്ളവർ
നിന്റെ ഭയം മുതലെടുക്കുകയാണ്. സത്യം എന്നായാലും പുറത്തു വരും. നീ ഒറ്റയ്ക്കല്ല, കൂടെ ഞാനുണ്ടാകും. അർജുൻ്റെ ആ വാക്കുകൾ അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. അർജുൻ ഗീതയെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അയാൾ രവീന്ദ്രനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. രവീന്ദ്രൻ ഒരു കടുത്ത മദ്യപാനിയും ഒരു ധൂർത്തനുമാണ് എന്ന് അയാൾ കണ്ടെത്തി. ഗീതയിൽ നിന്ന് വാങ്ങുന്ന പണം മുഴുവൻ അയാൾ ധൂർത്തടിക്കുകയായിരുന്നു. അർജുൻ ഗീതയ്ക്ക് ധൈര്യം നൽകി. ഗീത, ഇനി അയാൾ പണം ചോദിച്ചാൽ കൊടുക്കരുത്. റീത്തയോട് കാര്യങ്ങൾ പറയാൻ സമയമായി. സത്യം അവൾ അറിയണം. ഒരു മടിയും കൂടാതെ നീ അവളോട് സംസാരിക്കണം, അർജുൻ അവളോട് പറഞ്ഞു. ആദ്യം ഗീത ഭയന്നെങ്കിലും അർജുൻ കൂടെയുള്ളത് അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഇതിനിടയിൽ അർജുനും ഗീതയും തമ്മിൽ ഒരു ആത്മബന്ധം ഉടലെടുത്തു. അർജുൻ്റെ കരുതൽ ഗീതയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശ നൽകി. താൻ വീണ്ടും സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് അവൾക്ക് ശക്തി പകർന്നു. ഒരു ദിവസം രാത്രി രവീന്ദ്രൻ പതിവ് പോലെ മദ്യപിച്ച് വന്ന് ഗീതയോട് പണം ചോദിച്ച് ബഹളം വെച്ചു. ഗീത ഇത്തവണ വഴങ്ങിയില്ല. നിനക്ക് അഹങ്കാരമായല്ലേ? നിന്റെ അനിയത്തിയുടെ ജീവിതം ഞാൻ ഇന്ന് തകർക്കും, അയാൾ അലറി. അയാൾ റീത്തയുടെ അടുത്തേക്ക് ചെന്ന് ഗീതയെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങി. റീത്തേ, നിന്റെ ചേച്ചി ശരിയല്ല. അവൾ എന്നെ വശീകരിക്കാൻ നോക്കുകയാണ്. ബാങ്കിലെ പുതിയ മാനേജറുമായും അവൾക്ക് ബന്ധമുണ്ട്. റീത്ത ഞെട്ടിപ്പോയി. പക്ഷെ അവൾ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. വാതിലിനു പിന്നിൽ മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു അർജുൻ. അയാൾ അവിടേക്ക് കടന്നു വന്നു, കൂടെ ഗീതയും. അർജുൻ തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത രവീന്ദ്രന്റെ മുൻപത്തെ ഭീഷണികൾ പ്ലേ ചെയ്തു. രവീന്ദ്രൻ ഗീതയെ ശല്യം ചെയ്യുന്നതും പണം ആവശ്യപ്പെടുന്നതും വ്യക്തമായ ശബ്ദത്തിൽ എല്ലാവരും കേട്ടു. ഗീതയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ റീത്തയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. താൻ ഇത്രയും കാലം സ്നേഹിച്ച മനുഷ്യൻ ഒരു മൃഗമായിരുന്നു എന്ന് റീത്ത തിരിച്ചറിഞ്ഞു. അവൾ കരഞ്ഞില്ല. പകരം വല്ലാത്തൊരു ദേഷ്യത്തോടെ രവീന്ദ്രന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇതാണോ നിങ്ങളുടെ സ്നേഹം? സ്വന്തം ഭാര്യയുടെ ചേച്ചിയെ മോഹിക്കുന്ന, അവളെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ ഒരു മനുഷ്യനാണോ? എന്റെ ചേച്ചിയേക്കാൾ വലുതല്ല ഈ താലിയും ബന്ധവും. അവൾ തന്റെ കഴുത്തിലെ മാല ഊരി അയാളുടെ മുഖത്തെറിഞ്ഞു. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്, റീത്ത അലറി. രവീന്ദ്രൻ അവിടുന്ന് തല താഴ്ത്തി ഇറങ്ങിപ്പോകേണ്ടി വന്നു. അർജുൻ അയാളെ താക്കീത് ചെയ്തു. ഇനി ഈ വീടിന്റെ പരിസരത്ത് കണ്ടാൽ പോലീസിലേൽപ്പിക്കും എന്ന് കാര്യങ്ങളെല്ലാം ശാന്തമായപ്പോൾ ഗീതയും റീത്തയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. റീത്ത ചേച്ചിയോട് ക്ഷമ ചോദിച്ചു. എനിക്ക് വേണ്ടി ചേച്ചി ഇത്രയും സഹിച്ചല്ലോ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അർജുൻ ഗീതയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. റീത്തയാണതിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ചേച്ചിക്കൊരു ജീവിതം വേണം. അർജുൻ സാറിനെ പോലെ ഒരാളെ ചേച്ചിക്ക് കിട്ടിയത് ഭാഗ്യമാണ്. നാട്ടുനടപ്പനുസരിച്ച് ഗീതയും അർജുനും വിവാഹിതരായി. ലളിതമായ ആ ചടങ്ങിൽ റീത്തയായിരുന്നു മുന്നിൽ നിന്നത്. ഭർത്താവിനെ ഉപേക്ഷിച്ച റീത്ത സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. അവളൊരു തയ്യൽ യൂണിറ്റ് തുടങ്ങി. വിധവയായ ഗീതയുടെ ജീവിതത്തിൽ അർജുൻ ഒരു വെളിച്ചമായി മാറി. ഭീഷണികൾക്കും ചതികൾക്കും മുന്നിൽ തളരാതെ സത്യത്തിന്റെ പാതയിൽ നിന്നപ്പോൾ അവൾക്ക് അർഹിച്ച സന്തോഷം ലഭിച്ചു. റീത്തയും ചേച്ചിയും ഇപ്പോൾ പരസ്പരം കരുത്തായി നിലകൊള്ളുന്നു. ഇരുളടഞ്ഞ രാത്രിക്ക് ശേഷം തെളിഞ്ഞ ഒരു പുലരി പോലെ അവരുടെ ജീവിതം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.